കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനമേറ്റ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹവാസ് മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് ഒരു പാറൽ കോളേജിൽ നടന്ന ഒരു ഫെയർവെൽ പാർട്ടിക്കിടെ കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുകയും 2 സ്കൂളുകളിലെ കുട്ടികൾ ചേരിതിരിഞ്ഞ് സംഘർഷം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ വ്യാഴാഴ്ച ദിവസം ഇവർ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടാകി. ഈ ഷഹവാസിന് കടുത്ത മർദ്ദനമേറ്റു. മാരകായുധങ്ങൾ വെച്ച് മറ്റു ചില മുതിർന്ന ആൾക്കാരുടെ സഹായത്തോടെയാണെന്ന് പറയുന്നു ഈ ഷഹവാസിനെ മറ്റുള്ള കുട്ടികൾ ആക്രമിച്ചു. ഷഹവാസ് പഠിക്കുന്ന സ്കൂളിനോട് തോന്നുന്ന എതിർപ്പാണോ ഈ കുട്ടികളെ കൊണ്ട് ഇത്രയും കടുങ്കൈ ചെയ്യിച്ചെന്നറിയില്ല. പരിക്കേറ്റ ഷഹവാസിനെ ഒന്നും പറയാതെ കൂട്ടുകാരും മറ്റുള്ളവരും ചേർന്ന് ഷഹവാസിനെ വീട്ടിലെത്തിച്ചു. വീട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. പുറമെ പരിക്കില്ലായിരുന്നു, എന്നാൽ ഇൻറ്റേണൽ പരിക്കുകൾ ഉണ്ടായിരുന്നു. തലച്ചോറ് 70% ഇവർ തല്ലിപ്പൊളിച്ചു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഈ കുട്ടിക്കുള്ളത് എന്ന് മനസ്സിലായത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മരണത്തോട് മല്ലടിച്ച്, വ്യാഴാഴ്ച രാത്രി മുതൽ മരണത്തോട് മല്ലടിച്ച കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുകയായിരുന്നു. ഇന്ന് വെളുപ്പിന് ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ അന്ത്യം സംഭവിച്ചു. സാധാരണ മുതിർന്ന വില്ലന്മാർ മാത്രം ഉപയോഗിക്കുന്ന നഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ കൊണ്ടാണ് ഇവർ ഷഹവാസിനെ ആക്രമിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മറ്റൊരു പോറേൽപ്പിച്ചുകൊണ്ടാണ് ഈ കുട്ടി കടന്നു പോകുന്നത്. വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ എത്രമാത്രം മൃഗീയമായി പെരുമാറാൻ കഴിയും എന്നുകൂടി ഈ സംഭവം നമ്മൾ വിളിച്ചു പറയുന്നു. ഇത് കുട്ടികൾ ചെയ്തൊരു അക്രമമായി മാത്രം കാണാതെ മുതിർന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷകളോ ഒക്കെ ഈ കുട്ടികളും കൊടുക്കേണ്ടി വരും. പ്രതികളിപ്പോൾ വീട്ടിലാണ്. കോഴിക്കോട്ടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ കുട്ടികളെ മാതാപിതാക്കൾക്കൊപ്പം ഇന്നലെ അയച്ചു. എന്നാൽ പോലീസ് പറയുന്ന ഈ കുട്ടിയുടെ അപകടനില ബോർഡിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബോർഡ് തീരുമാനിച്ചത് ഈ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കുകയും ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടി മരിച്ചിരിക്കുന്ന വൈകാരികമായ ഒരു അവസ്ഥ ഇപ്പോൾ കോഴിക്കോട്ട് ഉണ്ട്. യഥാർത്ഥത്തിൽ റൂറൽ SP കെ ബൈജു യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ തീവ്രത പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പോലീസ് നമ്മൾ എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവരെ പറഞ്ഞ ഈ പ്രതികളായിട്ട് നിൽക്കുന്ന ആളുകളെ 5 കുട്ടികളെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു. അവരുടെ വീടുകളിലൊക്കെ പോയി പേരൻസിനെ കൊണ്ടുവന്ന് അവസാനം അവരെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പ് ഹാജരാക്കി. തിരിച്ചയച്ചിട്ട് ഇന്ന് 11 മണിക്ക് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ എപ്പോഴാണ് പറഞ്ഞതാണ്, ഈ കുട്ടി ക്രിട്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാകുമ്പോൾ ഇനി അടുത്ത നടപടി എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ലോ പ്രകാരം അവര് ഈ പറഞ്ഞ കോൺഫ്ലിക്ട് വിത്ത് ലോ ആണല്ലോ, കുട്ടികളുമായിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നടപടിക്രമം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ തന്നെയാണ്. പിന്നെ ആ ഗ്രൂപ്പില് മുതിർന്ന ആളുകളുണ്ടോ, ആരെങ്കിലും അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ നടപടി എടുക്കാൻ നോക്കും. ഇതുവരെ നമ്മൾ അനലൈസ് ചെയ്തതിനകത്ത് വേറെ ഈ കുട്ടികളുടെ ഗ്രൂപ്പിനകത്ത് മുതിർന്ന ആൾക്കാരൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇതിനിടെ മുഹമ്മദ് ഷഹവാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പുറത്തു വന്നു. കൊല്ലണമെന്ന് വിചാരിച്ചാൽ കൊന്നിരിക്കും വിദ്യാർത്ഥികൾ പറയുന്ന ഈ ചാറ്റിൽ. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹവാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ, ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, ഇത്രയും സഹാനുഭൂതിയില്ലാത്ത കുട്ടികളെയാണ് ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം മടക്കി അയച്ചത്. നമുക്ക് ആലോചിക്കുന്നതോറും നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ഇൻക്വസ്റ്റ് നടപടി എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങി. മുഹമ്മദ് ഷഹവാസിൻ്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഷഹദ് റഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേരും. അതുപോലെ താമരശ്ശേരിയിലെ ഷഹവാസിൻ്റെ വീട്ടിൽ നിന്ന് മിഥില ബാലൻ കൂടി ചേരും. ആദ്യം ഷഹദ് റഹ്മാനിലേക്ക്. ഗുഡ് മോർണിംഗ്. പറയൂ ഷഹദ്. എസ്കൻ, അത്ര നല്ലൊരു മോർണിംഗ് അല്ല ഇന്നത്തെ ദിവസം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പുറത്തുവിട്ട പലതരത്തിലുള്ള രേഖകൾ, അതായത് ഓഡിയോ ക്ലിപ്പുകൾ, ഇവരുടെ ചാറ്റുകൾ ഉൾപ്പെടെയുള്ളത് ഈ 5 വിദ്യാർത്ഥികളെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിളിക്കാൻ സാധിക്കില്ല. ക്രിമിനലുകളുടെ പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആസൂത്രണം ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. കാരണം മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും പിന്നീട് ആ വിദ്യാർത്ഥി ഇന്നലെ രാത്രി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ഘട്ടത്തിൽ നമുക്കറിയാം, അതായത് വെറും ഒരു സാധാരണ സംഭവം, അതായത് സാധാരണഗതിയിൽ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന ചെറിയൊരു സംഭവം, പാട്ട് പാടുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമാണ് ആ ഫോൺ വരുന്ന സമയത്ത് പാട്ട് നിന്നു പോവുക എന്നുള്ളത്. അതിൽ പക പൂണ്ടുകൊണ്ട് പിന്നീട് സംഘം ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുന്നു. തുടർന്ന് ആ വിദ്യാർത്ഥിയെ വീട്ടിൽ കൊണ്ടുപോകാക്കുന്നു. ആ ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു
സംഭവം നടന്നതായിട്ട് വീട്ടുകാരെ അറിയിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ്. പക്ഷേ കുട്ടിക്ക് ഗുരുതരമായിട്ട് തലക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കുട്ടി ഇന്നലെ ഒരു ദിവസം മുഴുവൻ വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഏറ്റവും ഒടുവിൽ രാത്രി 12:30 ആ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകം എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ പറയാൻ എന്നുള്ളതാണ്. ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥികളെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുന്നാകെ ഹാജരാക്കുന്നു. ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ നിന്നും ഈ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞുവിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആക്രമണം നടക്കുന്നു, വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കാര്യങ്ങൾ മാറിമറിഞ്ഞു. സംഭവം കൊലപാതകമാണ്. അതായത് ഈ വിദ്യാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ ഈ വിഷയത്തിൽ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടേതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ചില വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സ്വാധീനവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കാരണം ഇത് പറയാൻ യഥാർത്ഥത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞോ? കാര്യം പോസ്റ്റ്മോർട്ടം 11 മണിക്കാണല്ലോ. എന്തായി അത്? നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ച് വൈകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 11:30 കൂടിയിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. അതിനുശേഷം ഈ മരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയുടെ ഉപ്പയുടെ തറവാട്ട് വീട്ടിലേക്കായിരിക്കും ഈ മൃതദേഹം കൊണ്ടുപോവുക. പിന്നീട് കബറടക്കം ഉൾപ്പെടെയുള്ളത് അവിടെ മഹലിലുള്ള ജുമാ മസ്ജിദിലായിരിക്കും. അതിന് മുൻപ്, അതായത് ഈ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം അവിടെയുള്ള മദ്രസയിലും പൊതുദർശനം വെക്കാനുള്ള ഒരു സജ്ജീകരണം നിലവിലെ സാഹചര്യത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ബന്ധുക്കളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഓഡിയോ സന്ദേശത്തിൽ നിങ്ങൾ കേട്ടൊരു കാര്യമില്ലേ? അവൻ്റെ കണ്ണെല്ലാം പോയിട്ടുണ്ട്. അതായത് ഈ അക്രമത്തിന് ശേഷം ഇതിൽ പങ്കെടുത്ത ഒരു കുട്ടി പറയുകയാണ്, അതായത് ഇവൻ്റെ കണ്ണ് പോയതിലുള്ള സന്തോഷം കൂടി പ്രകടിപ്പിക്കുന്ന ഈ വില്ലന്മാരെയാണ് നമ്മൾ കുട്ടികളെന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നത്. കുട്ടികൾ കൂടെ നാണക്കേടാണിത്.